ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ ശൈലജ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം അടിസ്ഥാനത്തിൽ നിരസിച്ച സ്ഥിതിക്ക് അങ്ങനെ ഒരു കോടതിയോടൊരു വേറൊരു പ്രത്യേക രീതിയിലുള്ള ഇടപെടലിനില്ല എന്ന് സിഎം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. അല്ല, ഇതിൽ നിങ്ങൾ ഈ മാധ്യമങ്ങളുടെ ഒരു ഭാഷയാണ് ഈ തിരിച്ചടി എന്നുള്ളത്. അതെല്ലാ കാര്യത്തിലും എന്തെങ്കിലും ഒന്നുണ്ടായി ഉടനെ സർക്കാരിന് കടുത്ത തിരിച്ചടിയല്ലേ ചോദിക്കും. എൻ്റെ അഭിപ്രായത്തിൽ തിരിച്ചടി എന്നൊന്നും ഞങ്ങൾ കാണുന്നില്ല. കാരണം ഞങ്ങൾക്കറിയാം അതിൻ്റെ പരിമിതികൾ. ഒരു സുപ്രീം കോടതി തള്ളിയൊരു കേസാണ്. പക്ഷേ ഞങ്ങളെ ആകെ ഈ നിയമം കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത് കുട്ടികളുടെ അല്ലാത്ത കുറ്റത്തിനാണ് കുട്ടികൾ അനുഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ആ മാനേജ്മെൻറ്റ് കൂടി ചതിയാണ് കുട്ടികളോട് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മെറിറ്റുള്ള കുട്ടികളെ രക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു പരീക്ഷണം മാത്രമാണ് ഞങ്ങൾ നടത്തിയത്. അത് നിയമപരമായിട്ട് കോടതിയും അതുപോലെ തന്നെ ഗവർണറും നിരസിച്ചു എന്ന് വന്നാൽ ഞങ്ങളത് ആ രീതിയിലാണ് കാണുന്നത്. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരമാവധി ശ്രമിച്ചു. അത് നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാധ്യമങ്ങളോട്. കാരണം ഞങ്ങൾ റിസ്ക് ആണ് എടുത്തത് ഈ കാര്യത്തിൽ എന്നുള്ളത്. അത് നിയമം നിലനിൽക്കുകയാണെങ്കിൽ അവനവൻ്റെ തെറ്റിനല്ലാതെ ശിക്ഷിക്കപ്പെടുന്ന കുട്ടികൾ രക്ഷപ്പെടും. എന്നാൽ ആ കുട്ടികൾ രക്ഷപ്പെടുന്നതിലൂടെ മാനേജ്മെന്റിനെ സഹായിക്കുകയാണെന്നുള്ള വ്യാഖ്യാനമൊക്കെ ഉണ്ടായി. ഞങ്ങൾ ആ അർത്ഥത്തിൽ കണ്ടിട്ടേയില്ല. കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഏതായാലും ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഗവർണർ പറഞ്ഞിട്ടുണ്ട്. അതൊരു തിരിച്ചടിയായിട്ട് കരുതുന്നില്ല. പക്ഷേ ഞങ്ങളൊരു ശ്രമം നടത്തി, ആ ശ്രമം വിജയിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾ ആ ചോദ്യം ഞങ്ങളോട് ചോദിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ആ കുട്ടികളുടെ തുടർ പഠനത്തിന് സഹായിക്കാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നത്. ആ നിയമം നിയമപരമായിട്ട് നിൽക്കില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതിയും ഗവർണറും ചൂണ്ടിക്കാണിച്ചത്. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഈ കാര്യത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കോടതി തീരുമാനത്തിനനുസരിച്ചിട്ടാണ് നിൽക്കുന്നത്. അതൊന്നും ഞങ്ങൾക്ക് പറയാനുള്ള അവകാശമില്ല. ബാക്കി ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ തന്നെ കൂട്ടമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ഈ കാര്യത്തിൽ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിയമപരമായിട്ട് നിൽക്കാത്തൊരു കാര്യത്തിൻ്റെ പിന്നാലെ നമുക്ക് വീണ്ടും പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം ഇത് പ്രതിപക്ഷം കൂടി ആലോചിച്ചിട്ടാണ്. നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള എല്ലാവരും യോജിച്ചുകൊണ്ട് ഏകകണ്ഠമായിട്ടാണ് ഈ നിയമം നിയമസഭയിൽ പാസ്സാക്കിയത്. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഏകകണ്ഠമായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് ആ കാര്യം ചെയ്യാൻ സാധിക്കുക. കണ്ണൂർ മെഡിക്കൽ പ്രവേശന ബിൽ ഒപ്പിടാതെ ഗവർണർ തിരിച്ചയച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി കെ ശൈലജ. കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അത് ചെയ്തത് എന്നും സർക്കാരിൻ്റെ നടപടിയിൽ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഫലപ്രദമായ രീതിയിലൊന്നും നടന്നില്ല എന്നും ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു.